തമിഴ്നാട് തൂത്തുക്കുടിയിൽ അപകടത്തിൽ മരിച്ച നേവി ഉദ്യോഗസ്ഥന് ഔദ്യോഗിക ബഹുമതികളോടെ യാത്രാമൊഴി നൽകി. മലപ്പുറം തിരുവാലി സ്വദേശിയും നേവിയുടെ ഫുട്ബോൾ താരം കൂടിയായ ഷാറത്തുകുന്നിൽ പുത്തനാഴി വിഷ്ണുവാണ് ദാരുണമായി മരണപ്പെട്ടത്. നേവിയുടെ ആംബുലൻസിൽ എത്തിച്ച മൃതദേഹം ഷാറത്തുകുന്ന് കുടുംബശ്മശാനത്തിൽ സംസ്കരിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണുവിന് നേവിയിൽ സെലക്ഷൻ ലഭിക്കുന്നത്. തുടർന്ന് ഇന്ത്യയിൽ നേവിയുടെ ഫുട്ബോൾ ടീം അംഗമായി. നിരവധി മത്സരങ്ങളിൽ നേവിക്കുവേണ്ടി സെൻട്രൽ സ്ട്രക്ചറായി ബൂട്ടണിഞ്ഞ വിഷ്ണു താരമായി മാറുകയായിരുന്നു. ജോലി തൂത്തുക്കുടിയിൽ ആയതിനാൽ മാതാവ് ബേബി ഗിരിജയും ഭാര്യ അക്ഷയയും 3 വയസ്സുകാരി മകൾ അനഹിതയും അടക്കമുള്ള കുടുംബം ഒരുമിച്ചായിരുന്നു നേവിയുടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത്. ദേശീയ യോഗ ദിനത്തിൽ യോഗ ക്ലാസ്സിൽ പങ്കെടുത്ത് മോട്ടോർ ബൈക്കിൽ തിരിച്ചു താമസസ്ഥലത്തേക്ക് പോകുന്നതിനിടെ ബസ്സിനെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടം. നേവിയുടെ ആംബുലൻസിലെത്തിച്ച മൃതദേഹം ബഹുമതികളോടെ ഷാറത്തുകുന്ന് കുടുംബശ്മശാനത്തിൽ സംസ്കരിച്ചു. കൊച്ചി വെന്തുരുത്തി INS നോബൽ ബേസിൽ നിന്നെത്തിയ ലഫ്റ്റനന്റ് കമാൻഡർ ദെബാഷിസ് സാമൽ, MCGI സുജിത് വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിച്ചു. സുഹൃത്തുക്കളുമടക്കം നിരവധി പേരാണ് അകാലത്തിൽ പൊലിഞ്ഞ വിഷ്ണുവിനെ അവസാനമായി കാണാനായി എത്തിയിരുന്നത്. മലബാർ ടൈംസ്, മലപ്പുറം.